മസാല ബോണ്ട് കേസിൽ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടി പ്രത്യേക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. താൻ ഏതു നിയമമാണ് ലംഘിച്ചതെന്ന് വ്യക്തമാക്കണം. അന്വേഷണ ഏജൻസിയുടെ അവകാശം പോലെ പൗരന്റെ അവകാശവും പ്രധാനപ്പെട്ടതാണെന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് കേസിലെ ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന മുൻനിലപാട് തന്നെയാണ് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിലും തോമസ് ഐസക് ആവർത്തിച്ചത്. ഇഡിയുടെ ചോദ്യങ്ങൾക്ക് കിഫ്ബി നൽകിയതിനേക്കാൾ കൂടുതൽ വിശദീകരണങ്ങൾ തനിക്ക് നൽകാനാവില്ല. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് താൻ എന്ത് നിയമലംഘനം നടത്തിയെന്ന് ഇഡി വ്യക്തമാക്കണമെന്നും ഐസക് പറഞ്ഞു. 1.5 വർഷമായിട്ട് ലംഘിച്ച നിയമം എന്തോന്ന് പറയാനായിട്ട് ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് ഏത് സമൻസാണോ നിയമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞത് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോഴത്തെ സമൻസ്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇഡി നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. ഇഡി ബിജെപിയുടെ രാഷ്ട്രീയ ആയുധമാണ്. പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വ്യാപകമായി ഇഡിയെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണികളെ ഭയക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് സിപിഎമ്മും എൽഡിഎഫും തീരുമാനിച്ചിരിക്കുന്നത്. അതേ തുടർന്നാണ് പത്തനംതിട്ടയിലും പല പേരുകളും ഉയർന്നുവരുന്നത്. ജില്ലയുടെ രാഷ്ട്രീയ ചുമതലയാണ് തനിക്കുള്ളതെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു. വിജയിക്കാനുള്ള സാധ്യതയായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ വേണം, അതായിരിക്കണം പ്രഥമ പരിഗണന. അപ്പൊ പലരും പല പേരുകൾ ഓരോ മണ്ഡലത്തെ കുറിച്ച് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ചില പേര് പത്തനംതിട്ടയെ കുറിച്ച് പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാം. 2021-22 വർഷത്തേക്കാൾ ചെലവ് തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. പ്രതിസന്ധിയുടെ കാരണം കേന്ദ്രവിഹിതത്തിലുണ്ടായ ഗണ്യമായ കുറവാണെന്നും തോമസ് ഐസക് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. റിപ്പോർട്ടർ ആലപ്പുഴ.